ഡിയർ ചിൽഡ്രൻ, നമുക്ക് ഇനി ചെയ്യാനുള്ളത് പേജ് നമ്പർ 32 പ്രശ്നങ്ങളാണ്. അതിലൊന്നാമത്തെ ചോദ്യം, ഡ്രോ റെക്റ്റാങ്കിൾസ് ആൻഡ് ഫൈൻഡ് ദീസ് പ്രോഡക്ട്സ്. അതായത് ചതുരങ്ങൾ വരച്ച് ഗുണനഫലങ്ങൾ കണ്ടെത്തുക. ഇത് സാധാരണ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കണക്കുകളാണ്. പക്ഷേ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ചോദ്യത്തിൽ പറയുന്നത് കൊണ്ട് റെക്റ്റാങ്കിൾസ് വരച്ചുകൊണ്ട് ചതുരങ്ങൾ വരച്ചുകൊണ്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ ചോദ്യം 1/2 × 1/4 ആണ്. അതായത് 2/1 4 ഭാഗം കാണുക അല്ലെങ്കിൽ 1/4 ഓഫ് 1/2 കാണുക. 1/2 1/4 കാണുക. ഇതെങ്ങനെ ചിത്രം വരച്ച് കാണാമെന്നുള്ളതാണ് പരിശോധിക്കാൻ പോകുന്നത്. മുന്നേ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച അതേ രീതി തന്നെയാണ്. എന്നിരുന്നാലും ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചാലും നോക്കൂ, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് 1/4 ഓഫ് 1/2 ആണ്. 1/2 1/4 പാർട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളൊരു ചതുരം വരയ്ക്കുന്നു. ഈ ചതുരം റഫ് ഫിഗറാണ് വരയ്ക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ വരയ്ക്കേണ്ടത് അളവുകൾ എടുത്ത് വരച്ചാൽ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് നമ്മൾ ഹാഫ് ആക്കുകയാണ്, 1/2 ആക്കുകയാണ്. അപ്പോൾ ഇത് 1/2 ആണ്, ഇത് 1/2 ആണ്. ഇനി ഒന്നാമത്തെ ചതുരത്തിൽ 1/4 ഓഫ് 1/2 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 1/2 4 പാർട്സാക്കി മാറ്റുകയാണ്. 1/4 പാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 4 പാർട്സാക്കി മാറ്റുകയാണ്. കണ്ടോ, 1/4. ഇത് 1/4 ആണ്, ഇത് 1/4 ആണ്, 1/4 ആണ്, 1/4 ആണ്. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ 1/4 എന്ന് പറയുന്ന പാർട്ട് ഈ ടോട്ടൽ റെക്റ്റാങ്കിളിൻ്റെ, അതിൻ്റെ ഈ വലിയ ചതുരത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ലൈനുകളൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്ക്, നേരെ മുന്നോട്ട് നിൽക്ക്. ഇത് വരയ്ക്കണമെന്നില്ല, റഫായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നോക്കൂ, ഇപ്പോൾ എത്ര ഭാഗമായി? ഇവിടെ 4 ഉണ്ട്, ഇവിടെയും 4, 8 ഭാഗമായി. അപ്പോൾ ഇതെന്ന് പറയുന്നത് 8ൽ 1 1/8 ആണ്. അതായത് 1/4 ഓഫ് 1/2 എന്ന് പറയുന്നത് 1/8 ആണ്. ഇനി നമുക്കൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൽ പറയുന്നത് 3/1 1/6 ഭാഗം, അതായത് 1/6 ഓഫ് 1/3. നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. റെക്റ്റാങ്കിൾ വരച്ചതിന് ശേഷം അതിന് 3 പാർട്സാക്കി മാറ്റാം. 1/3 കിട്ടാൻ വേണ്ടിയിട്ട് 1 2 3 1/3 പാർട്ട് കിട്ടി, 1/3 പാർട്ട് കിട്ടി, 1/3 കിട്ടി, 3/1 കിട്ടി, 3/1 കിട്ടി, 3/1 കിട്ടി. 3/1 6 ഭാഗം കാണാൻ വേണ്ടിയിട്ട് ഇതിന് 6 ഭാഗമാക്കി മാറ്റാം. 1 2 3 4 5 6. ഓക്കെ, 1 2 3 4 5 6. അപ്പോൾ ഇതാണ് 1/6. 1/3 1/6 പാർട്ട് ഇതാണ് 1/6. ഓക്കെ, ഇനി നമുക്ക് ഈ 1/6 എന്ന് പറയുന്ന പാർട്ട് ആകെയുള്ള ചതുരത്തിൻ്റെ എത്ര ഭാഗമാണെന്നറിയാൻ വേണ്ടിയിട്ട് ഈ ലൈനുകളൊന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. ഇങ്ങോട്ട് വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. അപ്പോൾ മനസ്സിലായി, ഇവിടെയും 6 ഉണ്ട്, ഇവിടെയും 6 ഉണ്ട്. ടോട്ടൽ 18 പാർട്സ് ഉണ്ട്, 18 ഭാഗങ്ങളുണ്ട്. ആ 18 ഭാഗങ്ങളിൽ ഒരു ഭാഗമെന്ന് പറയുന്നത് 1/18 ആണ്. ഓക്കെ, അപ്പോൾ 1/6 ഓഫ് 1/3 എന്ന് പറയുന്നത് 1/18 ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 1/5 × 1/8 ആണ്. അതായത് 5/1 8ൽ ഭാഗം. ഓക്കെ, അല്ലെങ്കിൽ 1/8 ഓഫ് 1/5. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഒരു ചതുരം വരയ്ക്കുന്നു. ആ ചതുരം വരച്ചതിന് ശേഷം ആ ചതുരത്തെ 5 ഭാഗങ്ങളാക്കുന്നു. 1 2 3 4 5 ഭാഗങ്ങളാക്കി. ഇതെന്ന് പറയുന്നത് വലിയ റെക്റ്റാങ്കിളിൻ്റെ 1/5 പാർട്ടാണ്, 5ൽ ഭാഗമാണ്. ഓക്കെ, ഇനി ചെയ്യുന്നത്
അതിൻ്റെ എട്ടിലൊന്ന് കാണണം. അതാണ് കാണേണ്ടത്. 1/5 അഞ്ചിലൊന്നിൻ്റെ എട്ടിലൊന്ന് ഭാഗം കാണണം. ഇതിന് 8 പാർട്ടാക്കി മാറ്റുന്നു. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഇതെന്ന് പറയുന്നത് 1/8 ആണ്, 1/8 ആണ്, 1/8 ആണ്, 1/8 ആണ്, 1/8, 1/8, 1/8, 1/8. ഇത് വലിയ ചതുരത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ലൈന് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇവിടെയും എക്സ്റ്റെൻഡ് ചെയ്യുന്നു, 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 എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ മനസ്സിലാക്കി, ഇവിടെ 8 ഭാഗം, ഇവിടെ 8 ഭാഗം, 8 ഭാഗം, 8 ഭാഗം, 8 ഭാഗം, ടോട്ടൽ 40 ഭാഗമുണ്ട്. ആ 40 ഭാഗത്തിൽ ഒന്നാണിത്. അതായത് ആ 40 ഭാഗത്തിൽ ഒന്നാണിതെന്ന് പറയുന്നത്. അപ്പോൾ 1/8 ഓഫ് 1/5 എന്ന് പറയുന്നത് 1/40 ആണ്. ഓക്കെ, ഇനി ഇത് കാണാനുള്ള ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് അല്ലാത്ത രീതിയിൽ 1/2 ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ 8 1/8. ഇവിടെയാണെങ്കിൽ 1/3 ഇൻറ്റു 1/6 ആണെങ്കിൽ 1 ഇൻറ്റു 1 3 ഇൻറ്റു 6 18. 1/5 ഇൻറ്റു 1/8 ആകുമ്പോൾ 1 ഇൻറ്റു 1 1 5/8 4. ഇങ്ങനെയും ഉത്തരം കണ്ടെത്താം. പക്ഷേ ഈ ചോദ്യത്തിൽ റെക്റ്റാങ്കിൾസ് വരച്ച് കാണണമെന്ന് പറയുമ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾസ് തന്നെ വരച്ചിട്ട് കാണണം. ചതുരം വരച്ച് ഗുണനഫലം കാണണമെന്ന് പറയുന്നത് കൊണ്ട് ചതുരം വരച്ച് ഗുണനഫലം കാണാൻ നമ്മൾ ശ്രമിക്കണം. ഈ രീതിയിൽ എഴുതുമ്പോൾ മാത്രമേ പരീക്ഷയ്ക്ക് അതിൻ്റെ മക്കളെ. ഇവിടുത്തെ രണ്ടാമത്തെ ചോദ്യം, സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ 1 meter long string is divided into 5 equal parts. How long is half of each part in meters, in centimeters? 1 മീറ്റർ നീളമുള്ള ചരട് 5 സമഭാഗങ്ങളാക്കി അതിലൊരു കഷ്ണത്തിൻ്റെ പകുതിയുടെ നീളം എത്ര മീറ്ററാണ്? സെൻറ്റിമീറ്ററിൽ പറഞ്ഞാലോ? ഇതാണ് ചോദ്യം. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചോദ്യങ്ങൾ കിട്ടുന്ന സമയത്ത് ആ ചോദ്യങ്ങളുടെ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ തന്നിരിക്കുന്നത്? ലെങ്ത് ഓഫ് ദ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത്, ചരടിൻ്റെ നീളം എത്രയാണ്? 1 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇതിനെന്താ ചെയ്യുന്നത്? 5 ഈക്വൽ പാർട്സ് ആക്കുകയാണ്. അപ്പോൾ ഒരു പാർട്ടിൻ്റെ നീളം ഇവിടെ താഴോട്ട് എഴുതുന്നുണ്ട്. ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? 1/5 ആണ്. കാരണം 5 ഈക്വൽ പാർട്സാണ് ആക്കുന്നത്. അതായത് 5 സമഭാഗങ്ങളാണ് ആക്കുന്നത്. അപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? 1/5 മീറ്ററാണ്. ലെങ്ത് ഓഫ് 1 പാർട്ട് ഈക്വൽ ടു 1/5 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ലോങ് ഈസ് ഹാഫ് ഓഫ് ഈച്ച് പാർട്ട് ഇൻ മീറ്റേഴ്സ്? നോക്കൂ, അതിലൊരു കഷ്ണത്തിൻ്റെ പകുതിയുടെ നീളം എത്ര മീറ്ററാണ്? നമ്മുടെ കഷ്ണം എന്ന് പറയുന്നത് 1/5 ആണ് അല്ലേ? അതിൻ്റെ പകുതിയുടെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ ലോങ് ഈസ് ഹാഫ് ഓഫ് ഈച്ച് പാർട്ട് ഇൻ മീറ്റേഴ്സ്? അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കഷ്ണത്തിൻ്റെ പകുതിയുടെ നീളം, അതായത് 1/5ൻ്റെ 1/2 പാർട്ട്, 1/2 ഓഫ് 1/5, അല്ലെങ്കിൽ 5/1 2/1 ഭാഗം. 2/1 ഭാഗം എന്ന് പറഞ്ഞാൽ പകുതി. 5/1 2/1 ഭാഗം. ഇത് കാണാൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. 1 ഇൻറ്റു 1 1, 5 ഇൻറ്റു 10. അപ്പോൾ ഇത്ര കിട്ടി, 1/10 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. പക്ഷേ ഇവിടെ ചോദ്യം അവസാനിക്കുന്നില്ല. സെൻറ്റിമീറ്ററിലാണെങ്കിൽ എങ്ങനെ പറയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെൻറ്റിമീറ്ററിൽ അപ്പോൾ നമുക്കറിയാം 1 മീറ്റർ ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 1/10 ആണ്. അപ്പോൾ 100 ഇൻറ്റു 1/10 എന്ന് എഴുതുക. ഓക്കെ, 1/10 മീറ്റർ അല്ലേ? അപ്പോൾ 100 ഇൻറ്റു 1/10 എന്ന് എഴുതുക. ഈ 0യും ക്യാൻസൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയുള്ളത് എന്താ? 10 ഇൻറ്റു 1, 10/1 ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. ഓക്കെ,
നോക്കണം, നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് 1/10 മീറ്ററാണ് കിട്ടിയിരിക്കുന്നത്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 100 ഇൻറ്റു 1/10 എന്ന് ചെയ്യണം. ഇനി നോക്കൂ, ഏത് നമ്പറിൻ്റെയും താഴെ ഡിനോമിനേറ്റർ 1 ഉണ്ട്. അങ്ങനെ വിചാരിക്കാം നമുക്ക്. ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 100 ഇൻറ്റു 1 100 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 10 10. 100/10 എന്ന് പറഞ്ഞാൽ 0യും 0യും ക്യാൻസൽ ചെയ്താൽ 10 സെൻറ്റിമീറ്റർ. ഓക്കെ. പ്രിയപ്പെട്ട കുട്ടികളെ, മൂന്നാമത്തെ ചോദ്യം 1 liter of milk is filled in 2 bottles of equal size. A quarter of the milk in 1 bottle was used to make tea. How many liters of milk were used for tea in milliliters? 1 ലിറ്റർ പാൽ ഒരേ വലിപ്പമുള്ള 2 കുപ്പികളിൽ നിറച്ചു. അതിലൊരു കുപ്പിയുടെ കാൽഭാഗമെടുത്ത് ചായ ഉണ്ടാക്കി. എത്ര ലിറ്റർ പാലെടുത്താണ് ചായ ഉണ്ടാക്കിയത്? മില്ലി ലിറ്ററിൽ പറഞ്ഞാലോ? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അളവ് മിൽക്ക്, എമൗണ്ട് ഓഫ് മിൽക്ക്, മിൽക്കിൻ്റെ അളവ് എത്രയാണ്? എമൗണ്ട് ഓഫ് മിൽക്ക് ഈക്വൽ ടു 1 ലിറ്റർ. പാലിൻ്റെ അളവ് എത്രയാണ്? അളവ് 1 ലിറ്റർ. നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്ററാണ്. 1 ലിറ്റർ ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ. ഓക്കെ. ഇനി ഇവിടുത്തെ ചോദ്യം 1 ലിറ്റർ ഓഫ് മിൽക്ക് ഈസ് ഫിൽഡ് ഇൻ 2 ബോട്ടിൽസ് ഓഫ് ഈക്വൽ സൈസ്. 1 ലിറ്റർ പാൽ ഒരേ വലുപ്പമുള്ള 2 കുപ്പികളിലാണ് നിറച്ചത്. അതായത് പിന്നെ പാലിൻ്റെ അളവ് എത്രയാണ്? 1/2 ലിറ്ററായി. ഓക്കെ. 1/2 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഹാഫ് പാർട്ടായി. ഇനി കാണേണ്ടത്, അങ്ങനെയുള്ള അതിലൊരു കുപ്പിയുടെ കാൽഭാഗമെടുത്ത് ചായ ഉണ്ടാക്കി. അതായത് ഈ ഹാഫിൻ്റെ 1/4 എടുത്ത് ചായ ഉണ്ടാക്കി. അതായത് അരയുടെ 1/4 പാർട്ട്, 2/1 4/1 ഭാഗം, ഓർ 1/4 ഓഫ് 1/2. അപ്പോൾ ഇങ്ങനെ കാണാം, 1/4 ഓഫ് 1/2. നമ്മൾ നേരത്തെ ചെയ്ത പോലെ 1/4 ഓഫ് 1/2 കാണണമെങ്കിൽ, അല്ലെങ്കിൽ അരയുടെ 4/1 കാണണമെങ്കിൽ 1/2 ഇൻറ്റു 1/4. 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 4 8. അപ്പോൾ 1/8 പാർട്ടാണ്. അപ്പോൾ ചായ ഉണ്ടാക്കാൻ ഉപയോഗിച്ച പാർട്ട് 1/8 പാർട്ടാണ്. 8/1 ഭാഗമാണ്. 8/1 ഭാഗം. ഇനി ഈ ചോദ്യം ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് മില്ലി ലിറ്ററിൽ പറഞ്ഞാലോ? ഇവിടെയുണ്ട് ഇൻ മില്ലി ലിറ്റേഴ്സ്. അപ്പോൾ നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്ററാണ്. അപ്പോൾ 1000 ഇൻറ്റു 1/8. നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ഡിനോമിനേറ്റർ 1 ഉണ്ട് വിചാരിക്കുക. 1000 ഇൻറ്റു 1, 1000 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 8. 1000 ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു 125 ml. അപ്പോൾ 125 മില്ലി ലിറ്റർ എടുത്താണ് പാലുണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ. ഈ ചോദ്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. ഒന്നാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം ക്ലാസ് കാണുക. തുടർന്ന് നിങ്ങളുടെ ന്യൂസ് പ്രിൻറ്റിൽ ഉത്തരങ്ങൾ സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ.